വിശക്കുന്ന മനുഷ്യ, പുസ്തകമെടുക്കൂ, സുഖമായി ഉറങ്ങാം. ഇത് പ്രതിവിപ്ലവ താരാട്ട്. ഇതിൽ എനിക്ക് ഉറങ്ങണ്ട. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ അവര് വെട്ടുന്ന വെട്ടൊക്കെ അവരിലും കൊള്ളുന്നതെന്ത് എന്ന് നേർക്ക് നേർ ചോദിച്ച കവി KG ശങ്കരപ്പിള്ള മലയാളിയുടെ മൗനത്തിന് മുന്നിലാണ് പുതിയ കവിത കൂർമ്മം അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉള്ള ഒരു വളരെയധികം മനസ്സിനെ മതിക്കുന്ന ഒരു നൈതിക വൈകാരിക പ്രശ്നം തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണം. തന്ത്രപരമായി ഇത് വിപ്ലവത്തിന്റെ മാഫിയാഭാര കാലം. കൂർമ്മമാസം. ആഴിയിലാണ്ട വേദം മീളൻ സ്റ്റാലിൻ തമ്പ്രാൻ കൂർമാവതാരമാവുന്ന കാലം. കൈയും തലയും പുറത്തിടരുത്. ഇന്ദ്രിയങ്ങളും ആത്മവീര്യവും പുറത്തിടാത്ത കാലമാണിതെന്ന് കവി. വാതിൽ തുറന്നാലും അടഞ്ഞ വീട്. ഇത് ഓരോ മനസ്സിനും ഓരോ വീടിനും ഓരോ വ്യവസ്ഥയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും അധികാര വ്യവസ്ഥയ്ക്കും ഒക്കെ അത് ഭാഗമായിട്ട് മാറുകയാണ്. എല്ലായിടത്തും ഉണ്ട് ഈ ഉൾവലിഞ്ഞിരിക്കുന്നത്. നേരും ധീരതയും വിപ്ലവമോ വാഴ്ത്തും മൗനവും പ്രതിവിപ്ലവമോ അല്ല. നേതൃനാമം ജപജപ ശരണം ഗ്രഹണ നേരത്ത്. രോഷത്തെക്കാൾ ദുഃഖം തോന്നുന്നത്. ഈ തരത്തിൽ സത്യത്തെ മാറ്റി പറയാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മനുഷ്യര് ഇങ്ങനെ നടക്കുന്നത്? നേര് പറയുന്നതല്ല, നേര് നടിക്കുന്നതായി വിപ്ലവം. അവൻ മറ്റവനാവുന്നത്ര, വാഗ്ദാനം വഞ്ചനയാവുന്നത്ര, കൊന്ന് കെട്ടിത്തൂക്കുന്നത് ആത്മഹത്യയാവുന്നത്ര, പിക്കാക്സ് കൊണ്ട് നേരുയർ വെട്ടിപ്പിളർക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാവുന്നത്ര. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.